Hi students, welcome to Beauty of Max. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് സെറ്റ് തിയറിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസാണ്, കുറച്ച് ഡെഫിനിഷൻസ് ഒന്ന് ഓർമ്മിപ്പിച്ചു. അതുകൂടാതെ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിലെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനിൽ. പുതിയ 2 ടേമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ +1 മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത 2 ടേമുകൾ. ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ്, പഠിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ടെക്സ്റ്റിലില്ലാത്ത ടോപ്പിക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത. പേരുകൾ ഇതാണ്: ഒന്ന് ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ്, മറ്റൊന്ന് സിമെട്രിക് ഡിഫറൻസ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റും അതുപോലെ തന്നെ സിമെട്രിക് ഡിഫറൻസും. അതിനു മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്താണ്? യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനേഷനൊക്കെ വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അത് ചോദിക്കുന്ന സമയത്ത് ഈ ഡെഫിനേഷൻ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അല്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഈ കാണുന്നത്. ഓൾറെഡി ഈ ടേമുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിലോട്ടൊന്നും ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ പ്രോബ്ലമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അന്നേരം ഡെഫിനിഷൻസ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് മാത്രം, ആവശ്യമുള്ളവർക്ക് ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഇനി യൂണിയൻ ഇൻ്റർസെക്ഷൻ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ് യൂണിയൻ, എന്താണ് ഇൻ്റർസെക്ഷൻ? അതും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ എക്സ്പ്രഷൻ ഒന്ന് അറിഞ്ഞിരുന്നോണം. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിലെ എലമെൻ്റാണ് എക്സ് എങ്കിൽ, ഓക്കെ, എ യൂണിയൻ ബിയിലെ എലമെൻറ്റ് ഇപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അന്നേരം ഒരു എലമെൻറ്റ് എ യൂണിയൻ ബിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സച്ച് ദാറ്റ് ആ എലമെൻറ്റ് ഒന്നുകിൽ എയിലുണ്ടാകാം, അതല്ലെങ്കിൽ ബിയിലുണ്ടാകാം. ഓക്കെ, കാര്യം യൂണിയനല്ല. യൂണിയൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്തുണ്ടായാലും മതി, അതുകൊണ്ടാണ് ഓർ അവിടെ കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ യൂണിയൻ വരുമ്പോഴത്തേക്ക് ഓറാണ് വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും സംഭവം എന്താണെന്നുള്ളത്. കാര്യം എയിലോ ബിയിലോ എവിടെ ഉണ്ടായാലും അതെവിടെ ഉണ്ടായിരിക്കും? യൂണിയനിലുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ്റെ കേസ് വരുമ്പോഴത്തേക്ക്, എങ്ങനെയാണ് വരുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും വേണം. ഓക്കെ, അതായത് ഒരു എലമെൻറ്റ് എക്സ് എ ഇൻ്റർസെക്ഷൻ ബിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കും? എയിലും ഉണ്ടായിരിക്കണം, ബിയിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു എലമെൻറ്റ് 2 സെറ്റിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് എവിടെ ഉണ്ടാകൂ? അതിൻ്റെ ഇൻ്റർസെക്ഷനിലുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഇൻ്റർസെക്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആൻഡ് വരുന്നതിൻ്റെ റീസൺ അതാണ്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി കോംപ്ലിമെൻറ്റ്, അതും പറഞ്ഞതാണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാൻ എന്താണെന്നുള്ളത്. യൂണിവേഴ്സൽ സെറ്റ് വരച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എയിൽ ഇല്ലാത്ത പോർഷൻ, അതായത് ഈ ഷെയ്ഡഡ് പോർഷനിൽ ഇല്ലാത്ത ഭാഗം, അതായത് ഈ പുറമേ കാണുന്ന യൂണിവേഴ്സെറ്റിനകത്തുള്ള ഈ സാധനം. ഓക്കെ, അതാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അതായത് എയിലില്ലാത്ത പാർട്ട് എന്നർത്ഥം. അതിനത് ഇങ്ങനെ സെറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എ കോംപ്ലിമെൻറ്റിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. എ ഇട്ടിട്ട് മുകളിലൊരു വരയിടുക, അല്ലെങ്കിൽ എ ഇട്ടിട്ട് ഒരു ഡാഷ് ഇട്ടാൽ അതും എ കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇനി ഡിഫറൻസ്. ഓക്കെ, 2 സെറ്റ് എ ബി എന്ന് പറയുന്ന 2 സെറ്റുകൾ എടുത്താൽ അവരുടെ ഡിഫറൻസിനെ ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. A/B ഇത്തരത്തിലാണ് സ്ലാഷ് ഇടുന്നത് കേട്ടോ, നേരെ തിരിച്ചല്ല. ഇങ്ങനെയല്ല ഇടുന്നത്, ഇത് തെറ്റാണ്. ഓക്കെ, ഇതാണ് ശരി. ഓക്കെ, A/B വായിക്കുന്നത് A-B എന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം, A-B എന്ന് സാധാരണ എഴുതുന്ന പോലെ എഴുതാം. അല്ലെങ്കിൽ എ ഇട്ടിട്ട് ഇങ്ങനൊരു സിമ്പിൾ, ഒരു പുഴിഞ്ഞുളയുന്ന കണക്ക്. ഓക്കെ, ഇങ്ങനെ ഇടാം A-B. ഇത്തരത്തിലും പല ടെക്സ്റ്റുകളിലും A-B ഡിഫറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. A-B എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരു എലമെൻറ്റ് A-Bയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ എലമെൻറ്റ് എയിലുണ്ട്. ഫസ്റ്റ് എഴുതുന്ന ഏതാണോ അതിലുണ്ട്, രണ്ടാമത് എഴുതുന്നതിനകത്ത് ഉണ്ടാകില്ല. ഓക്കെ, ഇപ്പം A-B ഇതാണല്ലോ, ആദ്യം കിടക്കുന്ന എ ആണല്ലോ. ഓക്കെ, -B എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റ് A-Bയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ എലമെൻറ്റ് ഫസ്റ്റ് എഴുതിയ സെറ്റിലുണ്ട്, അത് എയിലുണ്ട്. രണ്ടാമത് എഴുതിയ സെറ്റിലുണ്ടായിരിക്കില്ല, ബിയിലുണ്ടാകില്ല. ഓക്കെ, ഇനി B-A എന്നാണ് സെറ്റ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് B-Aയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ് ബിയിലുണ്ട്, പക്ഷേ എവിടെ ഉണ്ടാകില്ല? എയിലുണ്ടാകില്ല.
ഓക്കെ, ബിയിലുണ്ട് എയിലുണ്ടാകില്ല. അത്തരത്തിലുള്ള എലമെൻറ്റുകളിലെ എവിടെ ഉണ്ട് ബി മൈനസ് എയിലുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ മീനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ സാധനം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത നമ്മൾ പുതിയ ടേം നമ്മൾ പറയാൻ പോവുകയാണ് സിമ്മട്രിക് ഡിഫറൻസ്. എന്താണ് സിമ്മട്രിക് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. പുതിയൊരു ടേമാണ്. ദ സിമ്മട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എ സിമ്മട്രിക് ഡിഫറൻസ് ബി. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് ഇട്ടൊരു വട്ടമുണ്ട്. ഓക്കെ, അതിൻ്റെ മീനിങ് സിമ്മട്രിക് ഡിഫറൻസ് എന്നാണ്. ഓക്കെ, എ സിമ്മട്രിക് ഡിഫറൻസ് ബി. ഓക്കെ, അന്നേരം എ പ്ലസ് ബി കൺസിസ്റ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് വിച്ച് ബിലോങ് ടു എ ഓർ ബി ബട്ട് നോട്ട് ടു ബോത്ത്. അന്നേരം സിമ്മട്രിക് ഡിഫറൻസ് രണ്ട് സെറ്റ് എ ബി എടുത്തിരിക്കുന്നു. എയിൻ്റെ ബിൻ്റെയും സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം. എലമെൻറ്റ് എ അല്ലെങ്കിൽ ബിയിലുണ്ടായിരിക്കും, എ ഓർ ബി. ഒന്നുകിൽ എയിലുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിയിലുണ്ടായിരിക്കും. പക്ഷേ രണ്ടിലും കൂടി ഉണ്ടാകില്ല, നോട്ട് ബോത്ത്. അന്നേരം നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം. എ ഓർ ബി, എ ഓർ ബി, ഓർ ഡിനോട്ട് ചെയ്യുന്നത് യൂണിയനെയാണ്. ഓക്കെ, അതായത് എ ഓർ ബി എന്ന് പറഞ്ഞാൽ യൂണിയനിലുണ്ട് ബട്ട് നോട്ട് ടു ബോത്ത്, രണ്ടിലും കൂടി ഉണ്ടാകില്ല. ഓക്കെ, രണ്ടിലും കൂടി ഉണ്ടാകില്ല, എയിലും ബിയിലും ഉണ്ടാകില്ല. രണ്ടിലും കൂടി ഉണ്ടായാൽ അതെവിടെ ഉണ്ടെന്ന് അതിനർത്ഥം ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് അർത്ഥം. അന്നേരം രണ്ടിലും കൂടി ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇൻ്റർസെക്ഷനിൽ ഇല്ല എന്നർത്ഥം. അതായത് യൂണിയനിലുണ്ട് പക്ഷേ എന്തിലില്ല? ഇൻ്റർസെക്ഷനിലില്ല. അങ്ങനെയുള്ള എലമെൻറ്റുകളുടെ കളക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഡെഫിനേഷൻ. ക്ലിയർ ആണല്ലോ? അതാണ്ട് എ പ്ലസ് ബി ഈക്വൽ ടു എ യൂണിയൻ ബിയിലുണ്ട് പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. ഓക്കെ, മൈനസ് കൊണ്ട് മീൻ ചെയ്യുന്നത് അതാണല്ലോ. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയിലുണ്ട് ബിയിലില്ല. അന്നേരം ഇവിടെ അത് തന്നെയാണ്. എ യൂണിയൻ ബി മൈനസ്, എങ്ങനെ വേണമെങ്കിലും നൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ മൈനസ് ഇട്ടാലും മതി. മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതിനർത്ഥം എന്താണ്? എ യൂണിയൻ ബിയിലുണ്ട് പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. ക്ലിയർ ആണല്ലോ? അന്നേരം ഇതാണ് സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിലും ഇതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. എ പ്ലസ് ബി സിമ്മട്രിക് ഡിഫറൻസ്. ഓക്കെ, എയിലുണ്ട് പക്ഷേ ബിയിലില്ല. യൂണിയൻ ബിയിലുണ്ട് പക്ഷേ എയിലില്ല. ഇങ്ങനെയും എഴുതാം. ഓക്കെ, അതെങ്ങനെയെന്ന് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളുടെ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് എ യൂണിയൻ ബിയിലുണ്ട് പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. ഓക്കെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അറിയാമല്ല എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് നമ്മളെടുത്തു. ഇത് എ, ഇത് ബി. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് വരും, ശരിയല്ലേ? ഇത് കംപ്ലീറ്റ് വരും. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് എ യൂണിയൻ ബിയിലുണ്ട് പക്ഷേ എവിടെ ഇല്ല? ഇൻ്റർസെക്ഷനിലില്ല. അന്നേരം എ യൂണിയൻ ബിയിൽ നിന്നും ഇൻ്റർസെക്ഷൻ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ നടുക്കുള്ള പോർഷൻ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. നടുക്കുള്ള പോർഷൻ എടുത്ത് കളഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? ഇപ്പം ഞാൻ കടുപ്പിച്ച പോർഷൻ ഒഴികെ ബാക്കി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ, അതായത് ഈ സാധനം. ഓക്കെ, ഒറിജിനൽ ഫിഗർ നോക്കിയാൽ മതി, കണ്ടോ? ഓക്കെ, ആ ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കില്ല, ബാക്കി യൂണിയനിലുള്ള എല്ലാ സാധനവും വരും. ക്ലിയർ ആണല്ലോ? ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നോക്കുക. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിലുണ്ട് പക്ഷേ ബിയിലില്ല. ഓക്കെ, എയിലുണ്ട് പക്ഷേ ബിയിലില്ല. അത് ശ്രദ്ധിച്ചോണം. എയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനേ വരത്തോളൂ. ഓക്കെ, കാര്യം അതിൻ്റെ നടുക്ക് കിടക്കുന്ന ഈ പോർഷൻ വരത്തില്ല. കാര്യം അത് എന്തിലും കൂടെ ഉള്ള പോർഷനാണ്? ബിയിലും കൂടെ വരുന്ന പോർഷനാണ്, ശരിയല്ലേ? ബിയിലും കൂടെ ഉള്ള പോർഷനാണ്. അതുകൊണ്ട് അതിവിടെ ഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല. അന്നേരം എയിലുണ്ട് ബിയിലില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രമേ വരൂ. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി യൂണിയൻ. ഇനി എന്താ? ബി മൈനസ് എ. ബി മൈനസ് എ ബിയിലുണ്ട് പക്ഷേ എയിലില്ല. ബിയിലുണ്ട്. ഇതാണല്ലോ ബിയുടെ പോർഷൻ. ഓക്കെ, ഇതാണല്ലോ ബിയുടെ പോർഷൻ. ഓക്കെ, അതിൻ്റെ നടുക്കുള്ള ആ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത്, അത് ഇൻ്റർസെക്ഷൻ പോർഷൻ എന്ന് പറഞ്ഞാൽ എയിലും കൂടെ ഉള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഷെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഡെഫിനിഷൻ പ്രകാരം ബി മൈനസ് എ എന്ന് വെച്ചാൽ എന്താണ്? ബിയിലുണ്ടാകണം പക്ഷേ എവിടെ ഉണ്ടാകാൻ പാടില്ല? എയിലുണ്ടാകാൻ പാടില്ല. ഓക്കെ, എയിലുണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് എയിൻ്റെയും കൂടെ പോർഷൻ ആയതുകൊണ്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റും, ഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എന്ന് വെച്ചാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അന്നേരം അത്തരത്തിലും നമുക്ക് എ പ്ലസ് ബിയെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രോബ്ലം ചെയ്യാനായിട്ട്.
ക്ലിയർ ആണല്ലോ. അന്നേരം ഇതാണ് സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമുക്കൊന്നിട്ട് എക്സാമ്പിൾസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ലെറ്റ് യു ഈസ് ഈക്വൽ ടു ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, അത് നാച്ചുറൽ നമ്പറാണ് 1 2 3 എക്സെട്ര. ഓക്കെ, ഇനി ഒരു 4 സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് വെച്ചാൽ 1 2 3 4, ബി എന്ന് പറയുന്നത് 3 4 5 6 7, സി എന്ന് പറയുന്നത് 2 3 8 9, ഇ എന്ന് പറയുന്നത് 2 4 6 എക്സെട്ര. ഇ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റിജേഴ്സ്. ഇങ്ങനെ 4 സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സിമെട്രിക് ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള എക്സാമ്പിളാണ്. പ്രോബ്ലം ചെയ്ത് നോക്കുവാണ്. ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിക്കുന്നു. എ പ്ലസ് ബി ഡെഫിനിഷൻ പ്രകാരം ഞാൻ രണ്ടാമത്തെ ഡെഫിനിഷനാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. പഠിക്കാനും എളുപ്പമാണ്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബിൻ്റെയും ബി മൈനസ് എൻ്റെയും യൂണിയൻ എടുത്താൽ മതി. ഓക്കെ, എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? എയിലുണ്ട് പക്ഷേ എവിടെ ഇല്ല? ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള എലമെൻറ്റുകളുടെ കളക്ഷൻ നോക്കാം. നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആദ്യം ഫസ്റ്റ് എലമെൻറ്റ് 1 എടുക്കുന്നു. 1 എയിലുണ്ട്, അത് ബിയിലുണ്ടോ? ഇതാ ബി ഇവിടെ കിടപ്പുണ്ട്, ബിയിലുണ്ടോ? ഇല്ല. അന്നേരം ആ എലമെൻറ്റ് എ മൈനസ് ബിയിലുണ്ട്. ഓക്കെ, ഇനി അടുത്ത എയിൽ എലമെൻറ്റ് ഏതാണ്? 2 എടുത്തു. ഓക്കെ, 2 എയിലുണ്ട്, 2 ബിയിലുണ്ടോ? ബിയിലില്ല. അന്നേരം അതും എ മൈനസ് ബിയിലുണ്ട്. ഇനി അടുത്ത് 3 എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുന്നു. 3 എയിലുണ്ട് പക്ഷേ അത് ബിയിലുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് അത് എ മൈനസ് ബിയിലുണ്ടാകില്ല. ഇനി അടുത്ത എയിലുള്ള എലമെൻറ്റ് ഏതാണ്? 4 എടുത്തു. ആ എലമെൻറ്റ് എയിലുണ്ട് പക്ഷേ ബിയിലുണ്ടോ? അത് ബിയിലും ഉണ്ട്. അന്നേരം അതും എ മൈനസ് ബിയിലുണ്ടാകില്ല. ഓക്കെ, ഇനി എയിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അന്നേരം എ മൈനസ് ബിയിലെ എലമെൻറ്റ്സ് കംപ്ലീറ്റ് ആയി സെറ്റ് കിട്ടി, സെറ്റ് 1 2. ഓക്കെ, യൂണിയൻ. ഇനി ബി മൈനസ് എ ആണ് വേണ്ടത്. ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിലുണ്ട് പക്ഷേ എയിലുണ്ടാകാൻ പാടില്ല. ബിയിലുള്ളൊരു എലമെൻറ്റ് 3 എടുക്കുന്നു. ഓക്കെ, അത് എയിലുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് അത് ബി മൈനസ് എയിലുണ്ടാകില്ല. ഇനി 4 എടുക്കുന്നു. 4 ബിയിലുണ്ട് പക്ഷേ അത് എയിലും ഉണ്ട്. അതുകൊണ്ട് അതും ബി മൈനസ് എയിലുണ്ടാകില്ല. ഇനി അടുത്ത 5 6 7 ഈ 3 എലമെൻറ്റ്സ് ആണല്ലോ. ആ 3 എലമെൻറ്റ് ബിയിലുണ്ട് പക്ഷേ എവിടെ ഇല്ല? എയിലില്ല. ദാറ്റ് മീൻസ് ആ 3 എലമെൻറ്റ് എവിടെയുണ്ട്? ബി മൈനസ് എ എന്ന് പറയുന്ന സെറ്റിനകത്തുണ്ട്. അന്നേരം അതും കൊടുത്തു. ഇനി ഇവ തമ്മിലുള്ള യൂണിയൻ. യൂണിയൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ എന്താണെന്നുള്ളത്. ആ കംപ്ലീറ്റ് എലമെൻറ്റ്സ് എടുത്ത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് 1 2 5 6 7 ഈ എലമെൻറ്റ്സ് എല്ലാം കൊണ്ട് എടുത്ത് എഴുതി വെക്കുക. ഇതാണ് എ പ്ലസ് ബി, സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി. ക്ലിയർ ആണല്ലോ. അടുത്തത് ബി പ്ലസ് സി. ബിൻ്റെയും സിൻ്റെയും സിമെട്രിക് ഡിഫറൻസ്. ബി പ്ലസ് സി എങ്ങനെയാണ്? അതെ, ഡെഫിനിഷൻ അനുസരിച്ച് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അങ്ങനെ ബി പ്ലസ് സി ആകുമ്പോൾ എങ്ങനെ വരും? ബി മൈനസ് സി യൂണിയൻ സി മൈനസ് ബി. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ആദ്യം ബി മൈനസ് സി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട് പക്ഷേ സിയിലുണ്ടാകാൻ പാടില്ല. ഓക്കെ, 3 ബിയിലുണ്ട് പക്ഷേ അത് സിയിലുണ്ടോ? സിയിലുണ്ട്. അതുകൊണ്ട് അത് വരില്ല. 4 ബിയിലുണ്ട്, 4 സിയിലുണ്ടോ? സിയിലില്ല. അന്നേരം 4 ഉണ്ട്. ഇനി 5 6 7 ഈ 3 എലമെൻറ്റും 5 6 7 ആ 3 എലമെൻറ്റ് ബിയിലുണ്ട് പക്ഷേ ആ 3 എലമെൻറ്റ് എവിടെ ഇല്ല? സിയിലില്ല. അന്നേരം ആ 3 എലമെൻറ്റ് എവിടെ വരും? ബി മൈനസ് സിയിലുണ്ടായിരിക്കും. ഓക്കെ, അന്നേരം 5 6 7 സെറ്റ് കംപ്ലീറ്റ് ആയി. ബി മൈനസ് സി കിട്ടി. ഇനി സി മൈനസ് ബി കണ്ടുപിടിക്കാം. സി മൈനസ് ബി എന്ന് വെച്ചാൽ സിയിലുണ്ട് പക്ഷേ ബിയിലുണ്ടാകാൻ പാടില്ല. 2 സിയിലുണ്ട് പക്ഷേ അത് ബിയിലുണ്ടോ? ഇല്ല. അന്നേരം 2 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് 3 സിയിലുണ്ട്, അത് ബിയിലും ഉണ്ട്. അതുകൊണ്ട് അത് വരത്തില്ല. ഇനി 8 9 ഈ 2 എലമെൻറ്റും സിയിലുണ്ട് പക്ഷേ എവിടെ ഇല്ല? ബിയിലില്ല. അന്നേരം അതും എവിടെ വരും? സി മൈനസ് ബിയിൽ വരും. അന്നേരം 2 8 9. ഇനി അവയുടെ യൂണിയൻ എടുക്കുക. യൂണിയൻ എന്ന് വെച്ചാൽ എല്ലാം കൂടെ എടുത്ത് എഴുതിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. 2 ഉണ്ട്, അതുപോലെ തന്നെ 4 5 6 7 8 9. ഓക്കെ, ആ സെറ്റെല്ലാം കൊണ്ട് എടുത്ത് എഴുതി വെച്ചു. ഇതാണ് ബി പ്ലസ് സി. ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ തന്നെ 2 കൂടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ല. എ പ്ലസ് സി കിടപ്പുണ്ട്, എ പ്ലസ് സി കിടപ്പുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആൻസർ ശരിയാണോ നോക്കാം. ഇനി അടുത്തൊരു ടേം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ്. എന്താണ് ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ്? അന്നേരം ആദ്യം ആ ഡെഫിനിഷൻ നോക്കാം. കൺസിഡർ എൻ ഡിസ്റ്റിങ്ക്ട് സെറ്റ്സ് A1 A2 എക്സെട്ര എൻ. കുറേ സെറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, എ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് ഈസ് എ സെറ്റ് ഓഫ് ദി ഫോം. ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് ഈ സെറ്റുകളുടെ, കുറേ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ സെറ്റുകളുടെ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന ഫോമിലുള്ളതാണ്. താഴെ പറയുന്ന ഫോമിലുള്ള സെറ്റുകളായിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കണം. കുറച്ച് സെറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, A1 A2 എക്സെട്ര എൻ. ആ സെറ്റുകളുടെ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് തന്നെയാണ്. ഓക്കെ, അത് ഏത് ഫോമിലാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്.
ആ ഫോം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നൊട്ടേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും ടെക്സ്റ്റിൽ അതേപോലെ ഞാൻ എടുത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഡെഫിനേഷൻ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി ഞാൻ ഈ പറയുന്ന രീതിയിലാക്കിക്കോ, ഈ നൊട്ടേഷൻ അങ്ങ് ഒഴിവാക്കിയിട്ട്. ഓക്കെ, അതായത് A1 A2 എക്സെട്ര AN എന്ന് പറയുന്നത് കുറച്ച് ഫൈനൈറ്റ് സെറ്റുകളാണ്. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് സെറ്റുകളാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിലായിരിക്കും. അത് ഇങ്ങനെ ഒന്ന് തിരുത്തിയായിരിക്കും. അത് B1 ഇൻ്റർസെക്ഷൻ B2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ BN വേർ BI എന്ന് പറഞ്ഞാൽ I മീൻസ് എന്താണ്? ഈ എടുത്തിരിക്കുന്ന 1 2 3 എക്സെട്ര അതിന് ഏത് വേണമെങ്കിലും ആകാം എന്നർത്ഥം. അതാണ് BI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. BI എന്ന് പറയുന്നത് ഒന്നെങ്കിൽ AI ആയിരിക്കാം, അതല്ലെങ്കിൽ AIയുടെ കോംപ്ലിമെൻ്റ് ആയിരിക്കാം. ഇതാണ് സംഭവം. ഓക്കെ, അന്നേരം A1 A2 എക്സെട്ര AN എന്ന് പറഞ്ഞ കുറച്ച് സെറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അവയുടെ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും കുറച്ച് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. അത് ഏതെങ്കിലും കുറച്ച് സെറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റുകളെയാണ് നമ്മളിവിടെ B1 B2 എക്സെട്ര BN എന്ന് എഴുതിയിരിക്കുന്നത്. ആ B1 B2 എക്സെട്ര BNൻ്റെ ഫോം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന സെറ്റില്ലേ, ആ സെറ്റിൽ ഏതെങ്കിലും ആകാം, അതല്ലെങ്കിൽ അവയുടെ കോംപ്ലിമെൻ്റ് ആകാം. അതാണിതാ ഈ എഴുതിയിരിക്കുന്നത് BI എന്ന് വെച്ചാൽ ഈ B1 B2 എക്സെട്ര BN. ഓക്കെ, ഈ എലമെൻറ്റുകളുണ്ടല്ലോ, ആ എലമെൻറ്റുകളെന്ന് പറയുന്നത് ഒന്നെങ്കിൽ AIക്ക് തുല്യമാകാം. AI എന്ന് വെച്ചാൽ ഈ A1 A2 എക്സെട്ര ANൽ ഏതെങ്കിലും ആകാം, അതല്ലെങ്കിൽ അവയുടെ കോംപ്ലിമെൻ്റ് ആകാം. ഇത്തരത്തിലേ വരികയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്താണ് ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ എക്സാമ്പിൾ ഒരു 2 എലമെൻറ്റ് വരുന്ന കേസ് എടുക്കുന്നു. AB 2 സെറ്റ്, AB എന്ന് പറയുന്ന 2 സെറ്റ്. ഓക്കെ, ആ 2 സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് വരച്ചു, AB എന്ന് പറയുന്ന സെറ്റ് വരച്ചു. ഓക്കെ, ഇവിടെ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് മാർക്ക് ചെയ്യാൻ പോവാണ്. അന്നേരം ഇവിടെ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ AB എന്ന് പറയുന്ന 2 സെറ്റുകളാണല്ലോ ഉള്ളത്. ഇവിടെ എത്ര ഡിസ്ജോയിൻറ്റ് റീജിയൻസ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അവയാണ് ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തം 3 റീജിയൻസാണ് ഉള്ളത്. ഈ എയിലും ബിയിലും ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഒന്നതായി ഈ സാധനം എയുടേതായി ഈ പാർട്ട് ഇവിടം വരെ വന്ന് ഈ ഇൻ്റർസെക്ഷൻ ഇല്ല, ഈ ഒരു പോർഷൻ. ഇതൊരു റീജിയൻ അല്ലേ, ഇതൊരു റീജിയനാണല്ലോ ഈ വരച്ചിരിക്കുന്ന റീജിയൻ. ഇനി ബിയുടെ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ ഇത് മറ്റൊരു റീജിയൻ അല്ലേ. ഓക്കെ, 2. ഇനി നടുക്ക് ഇൻ്റർസെക്ഷൻ വരുന്നൊരു റീജിയൻ ഉണ്ടല്ലോ, ഇത് മറ്റൊരു ബൗണ്ട് ചെയ്ത് കിടക്കുന്ന റീജിയൻ അല്ലേ. ഓക്കെ, ഇങ്ങനെ 3 റീജിയൻസാണ് വരുന്നത്. ഈ റീജിയൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 2 സെറ്റുകളാണ് AB. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ പറയപ്പെട്ട സെറ്റുകളെ ഇൻ്റർസെക്റ്റ് ചെയ്തായിരിക്കും എഴുതുന്നത്. ഓക്കെ, A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, അതല്ലെങ്കിൽ ഈ AB എന്ന് പറയുന്ന 2 സെറ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അവയുടെ ഇൻ്റർസെക്ഷനായിട്ടോ അതല്ലെങ്കിൽ അവയുടെ കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷനായിട്ടോ ഒക്കെ ആയിരിക്കാം എഴുതുന്നത്. ഇതാണ് ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാ നോക്കൂ അതെങ്ങനെ എഴുതുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഇപ്പോൾ പ്രോഡക്റ്റ് P1 P2 P3 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 3 റീജിയൻസാണ് ഉള്ളത്. അന്നേരം ഫസ്റ്റ് റീജിയൻ P1 ആണത്, ഈ പോർഷൻ. ആ പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ഏത് സെറ്റിൻ്റെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. A എന്ന് പറയുന്ന സെറ്റിൻ്റെ ഭാഗമല്ല, അതിനകത്ത് വേറെ B എന്ന് പറയുന്ന സെറ്റ് വരുന്നതേ ഇല്ല. ഓക്കെ, ശരിയാണല്ലോ. A എന്ന് പറയുന്ന സെറ്റിൻ്റെ ഭാഗം, Aയുടെ മാത്രം ഭാഗമാണ് P1 എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം A എഴുതി. ഓക്കെ, എപ്പോഴും ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്താണ് എഴുതുന്നത്. ഓക്കെ, A ഇൻ്റർസെക്ഷൻ നമ്മുടെ കയ്യിൽ ആകെയുള്ള 2 സെറ്റാണ്. എയും ബിയും മാത്രമാണല്ലോ ഉള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് എയുടെ ഭാഗം മാത്രമാണ്. അതിനകത്ത് ബിയുടെ ഭാഗമുണ്ടോ? ഇല്ല. ബിയുടെ ഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തെന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ബി കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? അതല്ലേടെ കോംപ്ലിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. എ കോംപ്ലിമെൻറ്റ്. എന്താ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, പക്ഷേ എയിലില്ല.
ഓക്കെ, ഇതിനകത്തുള്ള ഏതെടുത്താലും അത് യൂണിവേഴ്സൽ സെറ്റിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമാക്കണ്ട. ഓക്കെ, എയിലില്ലാത്ത ഭാഗമാണ് എ കോംപ്ലിമെൻറ്റ്, ശരിയല്ലേ? അന്നേരം ഇത് എയുടെ ഭാഗമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന സാധനം, പക്ഷെ അത് ബിയുടെ ഭാഗമാണോ? അല്ല. ദാറ്റ് മീൻസ് അത് ഏതിൻ്റെ ഭാഗമാണ്? ബി കോംപ്ലിമെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് എയിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷനാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് P1 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി P2. ഓക്കെ, ഇനി P2 ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതിനകത്ത് 3 റീജിയൻസ് എന്നാൽ 3 അല്ല 4 റീജിയൻസ് ഉണ്ട്. നമ്മളിതാ ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇനി ബാക്കിയുള്ള ഭാഗമുണ്ട്. ഈ വെളിയിൽ കിടക്കുന്ന സാധനം, ഇതിനകത്ത് ഈ എയും ബിയും വരാത്ത ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ യൂണിവേഴ്സൽ സെറ്റിനകത്ത് കിടക്കുന്നത്, അതാണ് 4ാമത്തെ ഭാഗം. അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ, അതുകൊണ്ട് ഓർത്തോണേ, ഞാനത് വിട്ടുപോയി. അതിനി ഇപ്പം ഞാൻ പെട്ടെന്ന് ആണ് ഓർത്തത്. ഓക്കെ, ഇപ്പോൾ P1 ഓക്കെ ആണല്ലോ. ഇനി P2 എന്ന് പറയുന്ന ഭാഗം ഈ ഒരു ഇൻ്റർസെക്ഷൻ പോർഷനാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എയിൻ്റെയും ബിൻ്റെയും ഇൻ്റർസെക്ഷനാണ് P2 എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് നമുക്ക് എഴുതാം A ഇൻ്റർസെക്ഷൻ B ആണ്. ഇവിടെ എല്ലാം ഇൻ്റർസെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്, ഡെഫിനിഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് P3 എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയറാണ്. ആ P3യിൽ ബിയുടെ ഭാഗം മാത്രമാണ് വരുന്നത്, ഈ ഒരു ഭാഗം, ശരിയല്ലേ? അത് ബീൻ്റെ പോർഷൻ മാത്രമല്ലേ, വേറെ എയുടെ പോർഷൻ വരുന്നതേ ഇല്ല അതിനകത്ത്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അത് ബിയുടെ പോർഷനാണ്, പക്ഷേ എയുടെ പോർഷനാണോ? അല്ല. എയുടെ പോർഷൻ അല്ലെന്ന് വെച്ചാൽ അത് ഏതിൻ്റെ പോർഷനാണ്? എ കോംപ്ലിമെൻറ്റിൻ്റെ ഭാഗമാണ്. എയിലില്ലാത്തതല്ലേ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അന്നേരം അതിനെ എങ്ങനെ എഴുതാം? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത P4 എന്ന് പറഞ്ഞാൽ എയിൻ്റെയും ഭാഗം, എ എന്ന് വെച്ചാൽ ഇതാ, ഓക്കെ, ബി എന്ന് വെച്ചാൽ ഇതാ, ശരിയല്ലേ? ഈ 2 വട്ടങ്ങൾ, ആ 2 വട്ടങ്ങൾക്കും ആ 2 വട്ടങ്ങളുടെയും പുറമേ ഉള്ള ഭാഗം, ഓക്കെ, ആ 2 വട്ടങ്ങളിലും ഇല്ലാത്ത സാധനം. ഓക്കെ, അതായത് ആ 2 വട്ടങ്ങൾ എന്ന് വെച്ചാൽ എയും ബിയും ആണല്ലോ, അതായത് എയിലും ബിയിലും ഇല്ലാത്ത സാധനം. എയിലും ബിയിലും ഇല്ലാത്ത സാധനം എന്ന് വെച്ചാൽ എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഭാഗം. അന്നേരം P4 എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്താണ്? എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷനാണ്. ഇതാണ് 2 സെറ്റുകൾ വരുമ്പോൾ കിട്ടാവുന്ന പരമാവധി പ്രോഡക്റ്റുകൾ, ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ്. എന്നാൽ 2 സെറ്റുകളാണെങ്കിൽ പരമാവധി 4 പ്രോഡക്റ്റുകളെ കിട്ടുകയുള്ളൂ. അത് ഇവയാണ്. ഓക്കെ, ഇനി 3 സെറ്റുകൾ വന്നെന്ന് വിചാരിക്കാം, എ ബി സി. ഓക്കെ, 3 എണ്ണമൊക്കെ മതിയാവും, അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, അത്രയൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. അതായത് എ ബി സി 3, ഇവിടെ മൊത്തം എത്ര റീജിയൻസ് ഉണ്ട് എന്ന് നമ്മൾ എഴുതുന്നത്. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു പോർഷൻ, എയുടെ ഈ ഒരു പോർഷൻ വേറെ ഒന്നുമായിട്ടും ഇൻ്റർസെക്റ്റ് ചെയ്ത് വരരുത്, അത്ര ആലോചിച്ചാൽ മതി. ഇത് വേറെ ഒന്നുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാ ഈ ഒരു പോർഷൻ, ശരിയല്ലേ? ഈ ഒരു ഭാഗം, ശരിയാണല്ലോ? ഈ ഒരു ഭാഗം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പം അടുത്ത ഇവിടെ ഈ ഒരു പോർഷൻ എടുക്കാം നിങ്ങൾക്ക്, ബീൻ്റെ ഈ ഒരു ഭാഗം, ശരിയല്ലേ? ഈ ഒരു പോർഷൻ. ഓക്കെ, ഇത് ഒരു റീജിയനാണ്. പിന്നെ അതാണ്ട് ഈ ഒരു പോർഷൻ വരുമല്ലോ. ഓക്കെ, ഇതും യാതൊന്നുമായിട്ടും ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്നതല്ല. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന റീജിയനാണ്. ഇനി അതുപോലെ തന്നെ വേറെ ഉണ്ട്, ഇതിനകത്ത് ചെറിയ പോർഷൻസ് ഉണ്ട്. ഈ ഒരു പോർഷൻ, ശരിയല്ലേ? ആ ഒരു പോർഷൻ വരും. ഇനി അതുകൂടാതെ താണ്ട് ഈ ഒരു പോർഷൻ വരും, ഈ ഒരു പോർഷൻ, അതൊരു റീജിയനാണ്, മറ്റൊന്നുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇനി താണ്ട് ഈ ഒരു പോർഷൻ വരും, അതും മറ്റൊന്നുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഏറ്റവും നടുക്ക് കിടക്കുന്നതാണ്ട് ഈ ഒരു സാധനം, അതും മറ്റൊന്നുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അന്നേരം ഇത്തരത്തിൽ കുറേ പോർഷൻസ് ഉണ്ട്. ഇനി അതുകൂടാതെ ഇവയിലൊന്നും വരാതെ പുറത്ത് കിടക്കുന്ന ഈ ഒരു പോർഷൻ, ലാസ്റ്റ് പോർഷൻ, ഈ ഒരു റീജിയൻ, എയിലും ബിയിലും സിയിലും ഇല്ലാത്ത ഭാഗം. ക്ലിയർ ആണല്ലോ? അന്നേരം ഇവിടെ മൊത്തം നമുക്ക് 3 സെറ്റുകളാണ് ഉള്ളത്. 3 സെറ്റുകളാകുമ്പോഴത്തേക്ക് എ ബി സി. ഓക്കെ, എപ്പോഴും ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എഴുതുന്നത് ഇൻ്റർസെക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അന്നേരം നമ്മുടെ കയ്യിലുള്ളത് എ ബി സി 3 സെറ്റുകളാണല്ലോ. അന്നേരം ഞാൻ ഈ വട്ടം വരച്ചിരിക്കുന്ന എ ബി സി എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ എ ആകാം അല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് ആകാം, ഇവിടെ ബി ആകാം അല്ലെങ്കിൽ ബി കോംപ്ലിമെൻ്റ് ആകാം, ഇവിടെ സി ആകാം അല്ലെങ്കിൽ സി കോംപ്ലിമെൻ്റ് ആകാം. ഓക്കെ, അതാണ് ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അന്നേരം അതെങ്ങനെ എടുക്കാം? ഫസ്റ്റ് P1 എടുക്കുന്നു. P1 എന്ന് പറയുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഈ P1 നിങ്ങൾ ശ്രദ്ധിച്ചോണം. P1
P1 ഏതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന് നോക്കണം. P1 എൻ്റെയും ഭാഗമാണ്, ബിൻ്റെയും ഭാഗമാണ്, സിൻ്റെയും ഭാഗം, മൂന്നിൻ്റെയും ഇൻ്റർസെക്ഷനാണ്. ശരിയല്ലേ? നിങ്ങൾ ആ വട്ടം നോക്കിയാൽ മതി. ഇതാണല്ലോ എ എന്ന് പറയുന്നത്. ഈ എയ്ക്കകത്തുണ്ടല്ലോ P1, ശരിയല്ലേ? ഇനി ബി ഒന്ന് വട്ടം വരച്ച് നോക്കുക. ഈ ബിക്കകത്തും ഉണ്ടല്ലോ P1. ഇനി അടുത്ത് സി എന്ന് വരച്ച് നോക്കുക. സിക്കകത്തും P1 വരുന്നത്. മൂന്നിനകത്തും കോമൺ ആയിട്ടുള്ളതാണ് P1. അതായത് മൂന്നിൻ്റെയും ഇൻ്റർസെക്ഷനാണ് P1. എ ഇൻ്റർസെക്ഷൻ, ബി ഇൻ്റർസെക്ഷൻ, സി. അന്നേരം P1 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത P2 എന്ന് വെച്ചാൽ അറിയാലോ, ഈ ഒരു പോർഷനാണ് P2 എന്ന് പറയുന്നത്. ഓക്കെ, ആ പോർഷൻ ഏതൊക്കെ സെറ്റിനകത്താണ് വരുന്നതെന്ന് നോക്കുക. അത്ര ആലോചിച്ചാൽ മതി. അത് എയ്ക്കകത്തും താരം വരുന്നുണ്ട്. ഈ വട്ടം വരച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം എയ്ക്കകത്തുണ്ട്. ഇനി ബി നോക്കുക. ബിക്കകത്തും ഉണ്ടല്ല ആ പോർഷൻ, ശരിയല്ലേ? പക്ഷേ സിക്കകത്ത് വരുന്നില്ല. ഓക്കെ, അതായത് എൻ്റെയും ബിൻ്റെയും ഇൻ്റർസെക്ഷനാണ്, പക്ഷേ സീൻ്റെ പോർഷൻ അല്ല. സീൻ്റെ പോർഷൻ അല്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? സി കോംപ്ലിമെൻ്റിൻ്റെ ഭാഗമാണ്. അന്നേരം ഏതിൻ്റെ പോർഷൻ അല്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റും കിട്ടാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ഇതാണ് പ്രോഡക്റ്റ് എഴുതാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കുക P3 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഇതാണല്ലോ P3. അത് ഏതിൻ്റെയൊക്കെ ഭാഗമാണ്? എയ്ക്കകത്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എയുടെ വട്ടം വരച്ച് നോക്കിയാൽ അതിനകത്ത് വരുന്നുണ്ട്. സിക്കകത്ത് വരുന്നുണ്ടോ? സിക്കകത്തും ഉണ്ട്. പക്ഷേ അത് ബിയുടെ പോർഷനകത്താണോ വരുന്നത്? അല്ല. ഓക്കെ, അന്നേരം P3 എൻ്റെയും ഭാഗമാണ്, സിൻ്റെയും ഭാഗമാണ്. പക്ഷേ ഏതിൻ്റെ ഭാഗമല്ല? ബീൻ്റെ ഭാഗമല്ല. ബീൻ്റെ ഭാഗമല്ലെങ്കിൽ അതെന്താണ്? ബി കോംപ്ലിമെൻ്റിൻ്റെ ഭാഗമാണ്. അന്നേരം അതിനെ എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബിക്ക് വരാം ബി കോംപ്ലിമെൻ്റ് എന്ന് വരും, ഇൻ്റർസെക്ഷൻ സി. ക്ലിയർ ആണല്ലോ. ഇനി എടുത്ത P4 എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ. ഓക്കെ, അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണുമ്പോൾ അറിയാം. ആ പോർഷൻ എന്ന് പറയുന്നത് എയുടെ ഭാഗം മാത്രമാണ്. കാര്യം അതിനകത്ത് ബിയും വരുന്നില്ല, സിയും വരുന്നില്ല. ഓക്കെ, ബിയും വരുന്നില്ല, സിയും വരുന്നില്ല. കറക്റ്റ് അല്ലേടെ? അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങനെ ഓക്കെ, ഈ ഒരു റീജിയൻ. ഓക്കെ, അത് എയുടെ ഭാഗം മാത്രമാണ്, ബിയുടെ ഭാഗവുമല്ല, സിയുടെ ഭാഗവുമല്ല. അന്നേരം ആ P4 എന്ന് പറയുന്നത് എങ്ങനെ? എയുടെ ഭാഗമാണ്, ബിയുടെ ഭാഗമല്ല, അതായത് ബി കോംപ്ലിമെൻ്റിൻ്റെ ഭാഗമാണ്. സിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ സി കോംപ്ലിമെൻ്റിൻ്റെ ഭാഗമാണ്. അന്നേരം ഇൻ്റർസെക്ഷൻ കൊടുത്താൽ മതി. ഇതാണ് സംഗതി. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ P5 എന്ന് വെച്ചാൽ ഈ പോർഷൻ ആ പോർഷൻ ഏതിൻ്റെയൊക്കെ ഭാഗമാണ് വരുന്നത്? അത് ബിക്കകത്ത് വരുന്നുണ്ട്, ശരിയല്ലേ? സിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിക്കകത്തും വരുന്നുണ്ട്. ഓക്കെ, ബിക്കകത്തും വരുന്നുണ്ട്, സിക്കകത്തും വരുന്നുണ്ട്. പക്ഷേ എയ്ക്കകത്ത് വരുന്നില്ല. അന്നേരം ബിൻ്റെയും സിൻ്റെയും ഇൻ്റർസെക്ഷനകത്തുണ്ട്, പക്ഷേ എയിൻ്റെ ഭാഗമല്ല. അന്നേരം P5 എന്ന് പറയുന്നത് എയിൻ്റെ ഭാഗമല്ല. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ്. ഇൻ്റർസെക്ഷൻ ബിൻ്റെയും സിൻ്റെയും ഭാഗമാണ്. അതിനകത്ത് രണ്ടിനകത്തും വരുന്നുണ്ട് ബി ഇൻ്റർസെക്ഷൻ സി. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ അടുത്ത ഏതാണ് വരുന്നത്? P6 എന്ന് വെച്ചാൽ ഈ ഭാഗം, ഈ പോർഷൻ. ഓക്കെ, അത് ബിൻ്റെ ഭാഗം മാത്രമാണ്. എയും വരുന്നില്ല, സിയും വരുന്നില്ല. അന്നേരം എങ്ങനെ എഴുതാം? എ ഇല്ല, സി ഇല്ല. അതായത് എ കോംപ്ലിമെൻറ്റ്, സി കോംപ്ലിമെൻറ്റ്. പക്ഷേ ബിയുടെ ഭാഗമാണ്. ഇൻ്റർസെക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത P7 എന്ന് വെച്ചാൽ ഈ പോർഷൻ. അത് സിൻ്റെ ഭാഗം മാത്രമാണ്. എയും വരുന്നില്ല, ബിയും വരുന്നില്ല. അത് എ ഇല്ല, എ കോംപ്ലിമെൻറ്റ്. ഇൻ്റർസെക്ഷൻ ബിയും ഇല്ല, ബി കോംപ്ലിമെൻറ്റ്. ഇൻ്റർസെക്ഷൻ പക്ഷേ സിയുടെ ഭാഗമാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത P8 എന്ന് വെച്ചാൽ എയിലും ബിയിലും സിയിലും ഇല്ലാത്തത്, അതിന് പുറത്തുള്ള പോർഷൻ. ഓക്കെ, അത് എയിലും ഇല്ല, ബിയിലും ഇല്ല, സിയിലും ഇല്ല. അത് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും സി കോംപ്ലിമെൻറ്റിൻ്റെയും ഭാഗം. ഓക്കെ, അതായത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ, ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ, സി കോംപ്ലിമെൻറ്റ്. ഇതാണ് P8 എന്ന് പറയുന്നത്. അന്നേരം 3 സെറ്റുകൾ വന്നു കഴിഞ്ഞാൽ 8 ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റുകൾ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 നോട്ട് കൂടി പറഞ്ഞ് നമുക്ക് ഒന്ന് അവസാനിപ്പിക്കാം. ദെയർ ആർ m = 2n സച്ച് ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ്. ഓക്കെ, അതായത് n എന്ന് വെച്ചാൽ സെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് സെറ്റ്സ്. ഓക്കെ, ഇപ്പം 2 സെറ്റാണുള്ളതെങ്കിൽ മൊത്തം 2n എന്ന് വെച്ചാൽ സെറ്റിൻ്റെ എണ്ണമാണല്ലോ. n വരെ 2 കൊടുത്താൽ മതി. അതിന് 2² ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അതിന് 4 ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞ ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇനി 3 സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക, A, B, C.
അങ്ങനെയെങ്കിൽ 2n എന്നൊരു 3 കൊടുക്കുക, 2 ക്യൂബ് അതായത് 8, മൊത്തം 8 ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 4 സെറ്റാണുള്ളതെന്ന് വിചാരിക്കുക ABCD. അങ്ങനെയെങ്കിൽ 2n എന്ന് വെച്ചാൽ 4, 16 ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് റിസൾട്ട്. സെക്കൻഡ് വൺ, എനി 2 സച്ച് ഫണ്ടമെൻ്റൽ പ്രോഡക്ട്സ് ആർ ഡിസ്ജോയിൻറ്റ്. ഏത് 2 ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അവ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, പരസ്പരം എന്തോ ഇല്ല, അവ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, അവിടെ ഇൻ്റർസെക്ഷൻ എംറ്റി ആയിരിക്കും. അതാണ് ആ പറഞ്ഞത്, ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അവിടെ ഇൻ്റർസെക്ഷൻ എംറ്റി ആയിരിക്കും. ഏത് 2 ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അവ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഡിസ്ജോയിൻ്റ് ആണ്. ഇനി തേർഡ് വൺ, ദ യൂണിവേഴ്സൽ സെറ്റ് U ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റ്. നമുക്ക് കിട്ടിയ ഈ ഫണ്ടമെൻ്റൽ പ്രോഡക്റ്റുകളുടെ എല്ലാം കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് കംപ്ലീറ്റ് യൂണിവേഴ്സൽ സെറ്റായിരിക്കും. ഓക്കെ, ഇതാണ് 3 പ്രധാനപ്പെട്ട റിസൾട്ടുകൾ. ഓക്കെ, അന്നേരം ഇത്തരം കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. തൽക്കാലം ഇവിടം വരെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസും അതിൻ്റെ പ്രൂഫുകളൊക്കെ പറയാനുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.